ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന മിക്ക ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ന്യൂട്രൽ മോഡിലാണുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഞാനിത് ഡ്രൈവ് മോഡിലേക്ക് മാറ്റുന്നു. ഞാൻ ഇവിടുന്ന് ഇതാ ഗിയർ ലിവർ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇതിനെ ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഡ്രൈവിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഡി എന്ന് അവിടെ കാണിക്കണം അല്ലേ, D1 എന്ന് കാണിക്കും. ഞാനിതാ പതിയെ ഇതിനെ ഡ്രൈവിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഇതാ ഞാനിപ്പോൾ ഇതാ ഡ്രൈവിലേക്ക് മാറ്റുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഡ്രൈവ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും D1 എന്ന് കാണിക്കണം. നമുക്ക് നോക്കാം ഡിസ്പ്ലേയിൽ എന്താ കാണുന്നതെന്ന്. ഡിസ്പ്ലേയിൽ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള മോഡ് ഇതാ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചെറിയൊരു സൗണ്ടും കേൾക്കാം. അതായത് ന്യൂട്രലിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി ഗിയർ ഷിഫ്റ്റ് ചെയ്തു ഡിയിലേക്ക്, ഡ്രൈവ് മോഡിലേക്ക്, എന്നിട്ടും ഇത് ന്യൂട്രലിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നൊരു സിമ്പൽ നിങ്ങൾക്കിവിടെ കാണാം. വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ബ്രേക്ക് ചവിട്ടണം എന്നാണ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടിയിട്ട് ഗിയർ വീണ്ടും ന്യൂട്രലിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോഴും ന്യൂട്രലിൽ തന്നെയാണുള്ളത്. അതിതാ ബ്ലിങ്ക് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലിങ്ക് ആവുന്നുണ്ട്. നോക്കുക, ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിയെ വീണ്ടും ന്യൂട്രലിലേക്ക് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ഇതാ ചവിട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇതാ പതിയെ ഇവിടുന്ന് ഡ്രൈവ് മോഡിലേക്ക് മാറ്റുന്നു. നിങ്ങൾ നോക്കുക, നോർമലി നമ്മൾ മാറ്റുന്ന പോലെ തന്നെ ഡ്രൈവ് മോഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ചെക്ക് ചെയ്യുന്നു, അത് കറക്റ്റ് ആവുന്നുണ്ടോയെന്ന്. ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ തന്നെ പിന്നീട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് ബ്രേക്ക് ചവിട്ടണം എന്ന സിമ്പൽ പോയിട്ടുണ്ടാവും. ബ്രേക്ക് ഇതാ അപ്ലൈ ചെയ്തു, ആ സിമ്പൽ അവിടുന്ന് പോയിട്ടുണ്ട്. ഇനി ഇതാ പതിയെ ഡ്രൈവിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, പതിയെ ഞാനിതാ ഡ്രൈവിലേക്ക് ആക്കുന്നു. എന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് D1 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഡ്രൈവ് മോഡിലെ ഫസ്റ്റ് ഗിയറാണ് എന്നാണ് അർത്ഥം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വണ്ടി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം പല ആളുകളും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓർക്കുക, എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ന്യൂട്രലിൽ നിന്ന് ഡ്രൈവ് മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് ബ്രേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ചില ആളുകൾ ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിലും നല്ല പ്രഷർ കൊടുക്കാതെ വളരെ മെല്ലെ ചിലപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോഴും ഇത് തന്നെ സംഭവിക്കും. ഒരാവശ്യത്തിന് പ്രഷർ കൊടുത്തുകൊണ്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് വേണം നിങ്ങളിത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില ആളുകളെങ്കിലും ഇത്തരം പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നിങ്ങളെ ടെൻഷനാക്കുക. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫർമേഷൻസുമായി വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.